ഭാനുമ്മേ, ഭാനുമ്മ ഒന്ന് നിൽക്കേ. ഭാനുമ്മയോ? അന്ന് നീ വിളിച്ചത് തള്ളേന്നായിരുന്നില്ലേ? പറ്റിപ്പോയി ഭാനുമ്മ, തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. എന്നെ തള്ളേന്ന് വിളിച്ചത് നിന്നോട് ഞാൻ അപ്പോഴേ ക്ഷമിച്ചു. നിന്റെ വായിന്ന് ഞാൻ അത്രയല്ലേ കേട്ടുള്ളൂ. പക്ഷേ അനന്തമാഷും അനുപമയും ചീരും കൂടി കുഞ്ഞുങ്ങളെ എടുക്കാൻ വന്നപ്പോ നീ കാണിച്ച തെണ്ടിത്തരം ഉണ്ടല്ലോ, അതാരും മറക്കൂന്ന് നീ കരുതണ്ട. എന്റെ ഭാനുമ്മ, പിടിച്ചു കയറാൻ ഒരു പിടിവള്ളി ഇല്ലാതാവുമ്പോഴാ മനുഷ്യന് ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കുന്നത്. ചീരു വന്ന് വണ്ടിക്ക് തലവെക്കാൻ പോയില്ലേ, അതുപോലെ എനിക്കും എൻ്റെ മനസ്സ് കൈവിട്ടപ്പോൾ ഞാൻ പെട്രോൾ ഒഴിച്ച് സ്വയം കത്തിച്ചാമ്പലാവാൻ നോക്കി. അത് മാത്രം എങ്ങനെയാ ഭാനുമ്മ തെണ്ടിത്തരാവുന്നത്? എന്താ ഭാനുമ്മ ഇവിടെ? എന്തു പറയാനാ മോളെ, ദാ ഓരോ വയ്യാവേലി വന്ന് കയറുകയെന്ന് കേട്ടിട്ടില്ലേ, അത് തന്നെ. ഒരു തെറ്റൊക്കെ ആർക്കും പറ്റും അനുപമ, നമ്മളാരും എല്ലാം തേഞ്ഞവരൊന്നും അല്ലല്ലോ. ഞാൻ നിങ്ങളെയോ അച്ഛനെയൊക്കെ ഒന്ന് കണ്ട് ക്ഷമ ചോദിക്കാൻ വേണ്ടി വന്നതാ. അച്ഛനും ചേരും ഇവിടെ ഇല്ലാന്ന് ഭാനുമ്മയ്ക്ക് പറയാറുന്നില്ലേ? അതിനുള്ള സമയം കിട്ടിയില്ല, അപ്പോഴേക്കും മോള് വന്നില്ലേ. നീ വീണ്ടും ഇവിടെ അന്വേഷിച്ച് വരുന്നവർക്കറിയാം. അതുകൊണ്ട് അച്ഛനും ചേരും ഇങ്ങോട്ട് വരാതെ അപ്പ തന്നെ നാട്ടിലേക്ക് പോയി. അച്ഛൻ ചിലപ്പോ പോയിട്ടുണ്ടാവും എനിക്കറിയാം. പക്ഷെ ചീരു അവളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടല്ലാതെ ഇവിടുന്ന് എങ്ങോട്ട് പോകില്ലെന്ന് എനിക്കറിയാം. ആർച്ചമോളെയും ഭദ്രമോളെയും ഞാൻ അവൾക്ക് തിരിച്ചു കൊടുത്തോളാനു. ചീരു എന്നോടൊന്ന് സംസാരിക്കാൻ തയ്യാറായ തീരുന്ന പ്രശ്നങ്ങളെ ഞങ്ങൾക്കിടയിലുള്ളൂ. അതിന് നിന്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, നീ അവളെ വിളിച്ച് സംസാരിക്കും. അല്ലാതെ ഇവിടെ വന്ന് ചീരുവിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ ഒന്ന് പോകാൻ നോക്ക് വിനിയ. ഇവിടെ ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. നീ ഇവിടെ ഇങ്ങനെ വട്ടം കറങ്ങി നിന്നാ ശരിയാവില്ല. എനിക്കും അമ്മയും ഭാര്യയൊക്കെ ഉണ്ട് ഭാനുമ്മ. സ്വന്തം ഭാര്യയെ മറന്ന് വേറെ അടുത്തേ തേടിപ്പോയ ചരിത്രമൊന്നും എനിക്കില്ല. അനുപമ, ഞാൻ വഴക്കിനും പ്രശ്നത്തിനൊന്നും വന്നതല്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ചീരുവിനെ ഇന്ദ്രനും സത്യനും കൂടി പിടിച്ചോണ്ട് വന്നത് ഇവിടത്തേക്കാ. അതുകൊണ്ടാ ഞാൻ എൻ്റെ ഭാര്യ അന്വേഷിച്ച് ഇവിടേക്ക് വന്നത്. അതിനുശേഷം ചീരു ഞാനും അച്ഛനും കൂടെ നിന്റെ വീട്ടിലേക്ക് വന്നത് നീ മറന്നുപോയോ? അപ്പോഴും നിങ്ങൾ ഇവിടുന്ന് തന്നെയല്ലേ വന്നത്. അതുകൊണ്ട് അവൾ ഇവിടെ തന്നെ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ചീരുവിനെ കാണാതെ ഞാൻ ഇവിടുന്ന് പോകില്ല അനുപമ. വിനയനിവിടെ നിരാഹാരമായിരിക്കും. ഇത് വലിയ കഷ്ടമായി പോയല്ലോ. നീ ഇവനോട് ഇറങ്ങി പോകാൻ പറയനു. ഇത്ര വട്ടം പറയണം ഭാനുമ്മേ. ഇരുന്ന് മടുക്കുമ്പോ സ്വയം ഇറങ്ങിപ്പോയിക്കോളും. അല്ലെങ്കിൽ നമുക്ക് പോലീസിനെ വല്ലതും വിളിച്ചു പറയാം. ഭാനുമ്മ വാ, വാതിലടയ്ക്കാം. അതെ, അങ്ങനെ ഇരുന്ന് മടക്കുമ്പോ ഇറങ്ങിപ്പോകുന്നവനല്ല വിനയൻ. ഞാൻ എവിടെ തന്നെ കാണും.